ഒരാഴ്ച കൊണ്ട് 3 രാജ്യങ്ങൾ വിസ ഇല്ലാതെ ഞാൻ പോയി വന്നത് എങ്ങനെ എന്നുള്ളത് പറഞ്ഞു തരാം. പക്ഷേ ഇത്രയും കാലം യാത്ര ചെയ്തതിൽ വെച്ച് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്നും എൻ്റെ 1,20,20,000 രൂപ മോഷണം പോയതും ഈ യാത്രയിൽ തന്നെയാണ്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ. കൊച്ചിയിൽ നിന്ന് തായ്ലൻഡ് ബാങ്കോക്കിലേക്ക് ടിക്കറ്റ് 15,000 എല്ലാം നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് എടുത്താണ്. അവിടെ എത്തണ മുമ്പ് ഈ തായ് അറൈവൽ കാർഡ് ഒന്ന് ഫില്ല് ചെയ്ത് കാണിച്ചാൽ മതി. പക്ഷേ ഇന്ത്യൻസിന് ഇനി വിസ വരും എന്നൊക്കെ കാണുന്നുണ്ട്. ഒഫീഷ്യലി ഇപ്പോഴും വിസ ഫ്രീ ആണ്. തായ്ലൻഡിലെ ഭക്ഷണ വിശേഷങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. പട്ടായ പോകാൻ വേണ്ടി റെന്റേ കാർ എടുത്തു. പക്ഷെ നിങ്ങൾ ഫുക്കറ്റ് കൂടി പോകാൻ പ്ലാൻ ചെയ്ത് വരികയാണ് ഇച്ചുകൂടി നന്നാവും എനിക്ക് തോന്നി. പട്ടായയിൽ സാങ്ച്വറി ഓഫ് ട്രൂത്ത് മ്യൂസിയം ഒഴികെ അങ്ങനെ പറയത്തക്ക വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ ടേസ്റ്റിന് പറ്റിയൊരു സ്ഥലമല്ല. ഏതായാലും 4 ദിവസത്തിന് ശേഷം അടുത്ത വിസ ഫ്രീ രാജ്യമായ ഹോങ്കോങ്ങിലേക്കാണ് തായ്ലൻഡിൽ നിന്നും നേരെ വന്നത്. ടിക്കറ്റ് 16,000 രൂപ. പക്ഷേ ഈ യാത്രയിലാണ് ഫ്ലൈറ്റിൽ നിന്നും ഉറങ്ങിയ ഞങ്ങളുടെ ബാഗിൽ നിന്നും $1,200 $3,000 തായ് ബാത്തൊക്കെ മോഷണം പോയത്. അത് അറിഞ്ഞതോ എമിഗ്രേഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പേഴ്സ് തുറന്നു നോക്കുമ്പോഴാണ്. നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ മേലുള്ള ലഗേജിലാണ് വെച്ചതെങ്കിൽ പോലും ഒരു സേഫ്റ്റി ഇല്ലാതെ എന്നുള്ള കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത്. ഏതായാലും വന്നിറങ്ങിയ ഒരു ദിവസം അങ്ങനെ പോയി. പക്ഷേ ഹോങ്കോങ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈവൻ നമ്മുടെ നാട്ടിലെ 10 രൂപ വെള്ളക്കുപ്പി വാങ്ങണമെങ്കിൽ ഇന്ത്യ മണിയിൽ 200 രൂപേന്റെ അടുത്ത് വരും. വെള്ളം മാത്രമല്ല ഫുഡും കോസ്റ്റ്ലിയാണ്. പക്ഷേ ഈ മക്ക എന്ന കടയിൽ മാത്രം കമ്പാരിറ്റീവ്ലി ഇച്ചിരി കോസ്റ്റ് എഫക്റ്റീവ് ആയി തോന്നി. മാത്രമല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഡൈനിങ് ഇല്ല. തൊട്ടപ്പുറത്ത് പാർക്ക് ഉണ്ട്. പാർസൽ വാങ്ങി അവിടെ പോയി കഴിക്കാം. പാകിസ്ഥാനി റെസ്റ്റോറന്റ് ആണ്. ഹലാൽ എന്ന് ഞാൻ പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ കമന്റ് ബോക്സിൽ കുരുകൾ പൊട്ടുകയാണ്. ഈ കാണുന്ന പീക്ക് ട്രാം വ്യൂ ആണ്. ഇവിടെ പോയ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരിടം. 360 ഡിഗ്രി പനോരമിക് വ്യൂലുള്ള ട്രെയിനിൽ അത്യാവശ്യം നല്ല കുത്തനെ കയറ്റൊക്കെ കയറി ഹോങ്കോങ്ങിന്റെ വിവിധ കാഴ്ചകൾ കണ്ടുപോകാം. ഇത് മിസ്സാക്കരുത്. പിന്നെ ഡിസ്നിലാൻഡാണ് മെയിൻ അട്രാക്ഷൻ. അവിടെ പോകാൻ ടൈം കിട്ടിയില്ല. ഇനി ഹോങ്കോങ് നീ കാണുന്ന ബസ്സോ അല്ലെങ്കിൽ ഫെറിയോ എടുത്തു കഴിഞ്ഞാൽ വെറും 40 മിനിറ്റ് കൊണ്ട് എത്താവുന്ന അടുത്ത വിസ ഫ്രീ രാജ്യമാണ് മക്കാവു. ആൻഡ് മക്കാവു ഈസ് നോൺ ആസ് ദ ഗാംബ്ലിംഗ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ചൂതാട്ട കേന്ദ്രം. അതായത് ലോകത്തിലെ പണക്കാർ മൊത്തം ഗെയിം കളിച്ച് പൈസ ചെലവാക്കാൻ വരുന്ന ഒരു സ്ഥലം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മക്കാവിലെ ഗാംബ്ലിംഗ് ഇൻഡസ്ട്രി ലാസ് വെഗാസിലെ ഇൻഡസ്ട്രിയേക്കാൾ 7 ഇരട്ടി വലുതാണെന്ന് കേട്ടപ്പോഴാണ്. ഏതായാലും അവിടെ സ്റ്റേ ആക്കിയില്ല. 24 മണിക്കൂറും ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. മിഡ് നൈറ്റ് ഹോങ്കോങ്ങിലേക്ക് തന്നെ വന്നു. ഫ്ലൈറ്റ് എടുത്തു നേരെ ഡൽഹി. അവിടെ നിന്ന് ബാംഗ്ലൂർ, അവിടെ നിന്ന് കാലിക്കറ്റ്. റിട്ടേൺ ടിക്കറ്റ് മൊത്തം 34,000 രൂപ. അപ്പൊ ശരി, ബൈ.